ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, ഒരുപാട് ആളുകൾ വാക്കിംഗ്, ജോഗിങ് രാവിലെയും വൈകിട്ടും, അല്ലെങ്കിൽ അവർക്ക് ഫോർ എ റീസൺ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതിലുള്ള കുറച്ച് സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഇതിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വാക്കിംഗ് മാത്രം കൊണ്ട് നമുക്ക് ഫിറ്റ് ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ വാക്കിംഗ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ദിവസവും നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ കാര്യമായ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല എന്നും അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. സോ നമുക്കത് ക്ലാരിറ്റി വരുത്താം ഇന്നത്തെ വീഡിയോയിൽ. ഓവറോളായിട്ട് പറയുമ്പോൾ വാക്കിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫാറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബിഗിനേഴ്സ് ആണെങ്കിൽ തുടക്കത്തിൽ വാക്കിംഗ് നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് കൺസിഡറും ചെയ്യാൻ പറ്റും. പിന്നെ വാക്കിംഗ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഫാറ്റ് ലോസ് സാധ്യമാവണമെന്നില്ല. അതിൻ്റെ ഒരു പ്രധാന ഘടകം ഭക്ഷണമാണ്. അതിനുദാഹരണം, നിങ്ങളിപ്പോൾ ഇന്നൊരു മണിക്കൂർ നടന്നു എന്നതിന് ശേഷം നിങ്ങൾ വിചാരിക്കുകയാണ് ഇന്ന് ഒരുപാട് എക്സസൈസ് ചെയ്തല്ലോ, സോ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നടന്ന് ഒരുപാട് കലോറി ബേൺ ചെയ്തല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് ഹെവി ഫുഡ് കഴിച്ചാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടെല്ലാം വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഭക്ഷണം നിങ്ങളെപ്പോഴും ഒരു മിതമായ രീതിയിൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആവശ്യമായ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, പ്രോട്ടീൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ പലരും ചോദിക്കുന്നതാണ്, എത്ര മിനിറ്റ് നടക്കണം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു 20 മിനിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അത് 30 മിനിറ്റ് ആക്കുക, 45 മിനിറ്റ് ആക്കുക. നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച്, ഫിറ്റ്നസ് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മോട്ടിവേഷൻ ഹൈ ആയിട്ട് നിങ്ങളൊരു 1 hour 2 hour നടന്ന് പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റാതെ ആവുന്ന രീതിയിലോട്ട് ആക്കാതിരിക്കുക. എപ്പോഴും നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ലെവല് ഫോളോ ചെയ്യുക. എന്നിട്ട് സ്ലോലി പ്രോഗ്രസീവ് ഓവർലോഡ് പോലെ ഗ്രാജുവലി അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ടിരുന്നതായിരിക്കും നല്ലത്. പിന്നെ വാക്കിംഗ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഫിറ്റ് ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണെന്ന് വെച്ചാൽ, വാക്കിംഗ് ഈസ് എ ബേസിക്, നല്ലതാണ്, നല്ലൊരു കാർഡിയോ ആണ്. പക്ഷേ നമ്മളൊരു റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് ഫോളോ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ളൊരു മൊബിലിറ്റി ട്രെയിനിങ് ചെയ്യുക. നമ്മുടെ മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നല്ലൊരു ഫുഡ് പാറ്റേൺ ഫോളോ ചെയ്യുക. റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ജിമ്മിൽ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് കെറ്റിൽ ബെല്ല് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഡംബൽസ്, റെസിസ്റ്റൻറ്റ് ബാൻഡ്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ നിന്നും അതുപോലെ ഔട്ട്ഡോറായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു. അത്യാവശ്യം എക്സസൈസൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. ലൈക്ക് പുഷപ്സ്, സ്ക്വാട്ട്, പുള്ളപ്സ്, ലഞ്ചസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറേ എക്സസൈസ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. വിത്ത് വെയ്റ്റ്, വിത്തൗട്ട് വെയ്റ്റ്, നിങ്ങളുടെ ഹെൽത്ത് ഫിറ്റ്നസ് ലെവൽ അനുസരിച്ച് നമുക്കത് അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അത് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കൺസിസ്റ്റൻസിയാണ്. നമ്മളൊരു മോട്ടിവേഷൻ വന്ന് ഒരാഴ്ച ചെയ്തു, റിസൾട്ട് കണ്ടില്ല എന്നും പറഞ്ഞ് നമ്മൾ നിർത്താതിരിക്കുക. പകരം ഒരു തുടർച്ചയായ രീതിയിൽ അത് ഫോളോ ചെയ്യുക. നിങ്ങൾ ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കണ്ണാടി നോക്കിയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കാണുന്നുണ്ടോ എന്നും നോക്കി ടെൻസ്ഡായി, സ്ട്രെസ്സായി, റിസൾട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഓവറോൾ ഹെൽത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ നോക്കുക. നിങ്ങളുടെ കാർഡിയോ സ്ട്രെങ്ത് കൂടിയിട്ടുണ്ടോ, നിങ്ങളുടെ കിതപ്പ് കുറഞ്ഞിട്ടുണ്ടോ, അല്ല നിങ്ങളുടെ ബ്രീത്തിങ്, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, മൊബിലിറ്റി, നിങ്ങളുടെ വാക്കിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് ആവുന്നുണ്ടോ.
പൊതുവായിട്ടുള്ള നിങ്ങളുടെ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഓവറോൾ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. വെയ്റ്റും നമ്മുടെ ഷേപ്പും നോക്കുന്നതിന് പകരം. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള മാറ്റങ്ങൾ വിലയിരുത്തിയാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന്. അപ്പം നമുക്ക് നിരാശയുടെ അളവ് കുറയ്ക്കാനും കൂടുതലായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് ഇതിൽ തന്നെ നിന്ന് സസ്റ്റൈനബിലിറ്റി ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലക്ക് നമുക്ക് പറയുകയാണെങ്കിൽ വാക്കിംഗ് നമ്മളെ ചെറിയ തോതിൽ വെയ്റ്റ് ലോസിന് സഹായിക്കും. അതിൻ്റെ കൂടെ പറ്റാവുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ്, നല്ല ഫുഡ് പാറ്റേൺ, അതുപോലെ നന്നായിട്ട് ഉറങ്ങാനുള്ളൊരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാവും, അതിൻ്റെ മാറ്റം ഉണ്ടാവും. അല്ലാണ്ട് ഇതിൽ ആദ്യം ഒരു കാര്യം ചെയ്ത് പിന്നെ ബാക്കിയുള്ള എല്ലാം ചെയ്യാതിരുന്നാൽ നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല. എനിവേ, ഇന്നത്തെ സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.